നമസ്കാരം. 1981 മെയ് 24, സമയം രാവിലെ 3 മണി കഴിഞ്ഞ് 35. ഏറ്റുമാനൂർ അമ്പലത്തിലെ വാച്ച്റായ കൃഷ്ണൻകുട്ടി സാധാരണ ആ സമയത്ത് എന്നും റെഡിയാകും. അവന് ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ അവൻ രാവിലത്തെ നിർമ്മാല്യം തൊഴുതിന് ശേഷം വീട്ടിലേക്ക് പോകാനായി റെഡിയാകുന്നത് ആ സമയത്താണ്. കൃഷ്ണൻകുട്ടി റെഡിയായി ശ്രീകോവിലിന്റെ സമീപത്തേക്ക് നടക്കുകയാണ്. ശ്രീകോവിലിന്റെ സമീപത്തേക്ക് കൃഷ്ണൻകുട്ടി വന്നപ്പോൾ ശരിക്കും ഒരു നിമിഷം തന്റെ മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ കൃഷ്ണൻകുട്ടി ആ ശ്രീകോവിൽ വാതിലിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. ആ വാതിൽ അകത്തേക്ക് തുറന്നിരിക്കുന്നു. കൃഷ്ണൻകുട്ടി സാധാരണഗതിയിൽ അവിടെ എത്തി കുറെ നേരം കഴിയുമ്പോൾ മേൽശാന്തി വരും. മേൽശാന്തി വന്നതിന് ശേഷം മാത്രമേ ആ വാതിൽ തുറക്കാറുള്ളൂ. മേൽശാന്തി എത്തിയിട്ടില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ള കൃഷ്ണൻകുട്ടി ഒരിക്കൽ കൂടി ആ വാതിലേക്ക് നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടിയെത്തിയത് ദേവസ്വം ചുമതലയുള്ള നാരായണപിള്ളയുടെ അടുത്തേക്കാണ്. നാരായണപിള്ളയോട് കൃഷ്ണൻകുട്ടി കാര്യം പറഞ്ഞു. ഏറ്റുമാനൂർ അമ്പലത്തിലെ ആ ശ്രീകോവിൽ തുറന്നു കിടക്കുകയാണ്. കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യം കേട്ടതും നാരായണപിള്ള കൃഷ്ണൻകുട്ടിക്കൊപ്പം ഓഫീസിൽ നിന്ന് അമ്പലത്തിന് നേരെ ഓടുമ്പോഴേക്കും മേൽശാന്തിയും അവിടെ എത്തിയിരുന്നു. മേൽശാന്തിയും അവർക്കൊപ്പം ശ്രീകോവിലിന്റെ അടുത്തെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പോൾ കാര്യം വ്യക്തമാണ്. ശ്രീകോവിൽ ആരോ ബലമായി തുറന്നിരിക്കുന്നു. ശ്രീകോവിലിന്റെ വാതിലിൽ ഒരു വലിയ ഓടാമ്പലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഓടാമ്പൽ വളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ വളയ്ക്കപ്പെട്ട ഓടാമ്പലിനകത്തുകൂടി അകത്തേക്ക് കയറിയിരിക്കുന്ന മോഷ്ടാവോ മോഷ്ടാക്കളോ വാതിൽ തള്ളി തുറന്നതിന് ശേഷം അകത്ത് കയറിയിരിക്കുകയാണെന്ന് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ മേൽശാന്തിക്കും നാരായണപിള്ളയ്ക്കും കൃഷ്ണൻകുട്ടിക്കും മനസ്സിലായി. മേൽശാന്തി ഉടൻ തന്നെ ആ തുറന്നിരിക്കുന്ന ആ വാതിലിനകത്തൂടി അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന മേൽശാന്തിയുടെ ശബ്ദം താഴെ നിൽക്കുന്ന നാരായണപിള്ളയും കൃഷ്ണൻകുട്ടിയും കേട്ടു. ആ പുറത്തെ വാതിലിനകത്ത് മറ്റൊരു വാതിലുണ്ട്. ആ വാതിലും തകർക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യം വിളിച്ചു പറഞ്ഞ മേൽശാന്തി അടുത്ത നിമിഷത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അകത്തുണ്ടായിരുന്ന ഏറ്റുമാനൂർ അപ്പന്റെ സ്വർണത്തിലുള്ള വിഗ്രഹം കാണാനില്ല. ഒരു വെള്ളിപ്പീഠത്തിലാണ് ആ വിഗ്രഹം വെച്ചിരുന്നത്. അതാണ് അവിടുന്ന് മിസ്സായിരിക്കുന്നത്. ആ കാര്യം പറഞ്ഞ മേൽശാന്തി ഉടൻ തന്നെ തിരിച്ചിറങ്ങി അത് നാരായണപിള്ളയും കൃഷ്ണൻകുട്ടിയെ അറിയിച്ചു. ഈ സമയമായപ്പോൾ ആ ക്ഷേത്രത്തിന് കാവലുണ്ടായിരുന്ന ബാക്കിയുള്ള ജീവനക്കാരും അവിടേക്ക് ഓടിയെത്തിയിരുന്നു. രാത്രിയിൽ 7 ആളുകളാണ് ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടുത്തെ ശ്രീകോവിൽ മറ്റ് ശ്രീകോവിലിനേക്കാളും കുറച്ചുകൂടി പൊക്കത്തിലാണ്. ഭക്തർക്ക് ദൂരെ നിന്ന് പോലും ഏറ്റുമാനൂരപ്പനെ അതുകൊണ്ട് തൊടാൻ പറ്റും. അത്തരത്തിലുള്ള ശ്രീകോവിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. വിവരമറിഞ്ഞ് സമീപത്തുനിന്ന് ആളുകൾ എത്തുമ്പോഴേക്കും മാനേജർ നാരായണപിള്ള ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവിടുന്ന് SI ശശിധരൻ സംഘവുമാണ് അമ്പലത്തിലെത്തിയത്. അതിരാവിലെ പോലീസ് സംഘം ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ച നാട്ടുകാരിൽ പലരും കണ്ടു. ഇതിനിടയിൽ തന്നെ ആളുകൾ പറഞ്ഞ് വിവരം ലീക്കായിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്നു എന്നുള്ള വാർത്ത ശരിക്കും ഒരു സെൻസേഷണൽ വാർത്തയായി പ്രചരിക്കുന്നതിനിടയിൽ വിവരമറിയുന്ന ആളുകൾ ഒഴുകി ആ അമ്പലത്തിലേക്ക് എത്തുകയാണ്. പോലീസും സംഘവും സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കുമ്പോഴേക്കും ആ അമ്പലം പരിസരവും ജനസംദ്രമായി കഴിഞ്ഞു. ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ശൈലിയിൽ ഒരു മോഷണം ആ അമ്പലത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളൊരു ധാരണ കൂടി നിൽക്കുന്ന ആളുകൾക്കുണ്ട്. SI ശശിധരൻ സംഘവും ആ മോഷണം നടന്നിരിക്കുന്ന ശ്രീകോവിലിന്റെ അടുത്തെത്തി. ശശിധരൻ സംഘവും വിശദമായ പരിശോധന ആരംഭിച്ചു. ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ 2 രീതിയിലാണ് പൂട്ടുകൾ സാധാരണഗതിയിൽ ഒരു ദിവസം ഇടുക. എല്ലാ ദിവസവും രാത്രി 8:30 മണിയോടുകൂടി അമ്പലം അടയ്ക്കും. മേൽശാന്തിയാണ് അകത്തെ വാതിൽ പൂട്ടുക. പുറത്തെ വാതിൽ പൂട്ടുന്നത് ആ ദിവസം കാവലുണ്ടാകുന്ന ഒരാളായിരിക്കും. അയാള് ആ താക്കോല് പിറ്റന്ന് നേരം പുലരുമ്പോൾ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഈ പ്രക്രിയ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. മേൽശാന്തിയും ആ കാവൽക്കാരനും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ ക്ഷേത്രത്തിലെ ആ ശ്രീകോവിൽ തുറക്കാൻ പറ്റൂ. ആ ശ്രീകോവിൽ തുറക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻകുട്ടി താക്കോലുമായി ശ്രീകോവിലിന്റെ മുന്നിൽ വന്നത്. പുറത്തെ വാതിൽ തുറക്കേണ്ടത് ആ ദിവസം കൃഷ്ണൻകുട്ടിയായിരുന്നു. മേൽശാന്തിയാണ് അകത്തെ വാതിൽ തുറക്കേണ്ടത്. സംഭവിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരുടെയും സഹായമില്ലാതെ ആ ഒരു വാതിൽ തുറന്നിരിക്കുന്ന കാഴ്ചയാണ്. 7 ആളുകൾ അമ്പലത്തിന്റെ എല്ലാ ദിക്കുകളും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ 24 മണിക്കൂറും കാവലുള്ളതാണ്. എന്നിട്ടും ആ അമ്പലത്തിൽ മോഷണം പോയിരിക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് SI ശശിധരനും കൂടെയുള്ള അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. അവര് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുമ്പോഴേക്കും ഉന്നത ഉദ്യോഗസ്ഥരും വിവരം അറിഞ്ഞു. അവരുടെ ഒരു പട ഏറ്റുമാനൂരേക്ക് നീക്കൊണ്ടിരിക്കുമ്പോൾ ശശിധരനും സംഘവും എന്താണ് അവിടെ സംഭവിച്ചതെന്നും
എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു വിലയിരുത്തൽ സ്റ്റാർട്ട് ചെയ്തു. പുറത്തെ വാതിലിൽ ശരിക്കും ശക്തമായ ഒരു ഓടാമ്പൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓടാമ്പലിന്റെ അറ്റത്ത് പൂട്ടുണ്ട്. ആ പൂട്ട് തുറക്കാതെ ആ ഓടാമ്പലിനും വാതിലിനും ഇടയിൽ എന്തോ സംഭവം കുത്തിക്കയറ്റിയതിനു ശേഷം അതുപയോഗിച്ച് ഓടാമ്പലിനെ പുറത്തേക്ക് തള്ളി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ ഗ്യാപ്പിലേക്ക് കയറിയ വ്യക്തിയോ വ്യക്തികളോ അതിനുശേഷം ആ വാതിൽ തള്ളി തുറന്നിരിക്കുകയാണ്. ആ വ്യക്തികൾ അകത്ത് കയറി ശ്രീകോവില് പൂട്ടിയിരിക്കുന്ന പൂട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ അകത്ത് കടന്നത്. അകത്തുനിന്ന് ആ വെള്ളിപ്പീഠത്തിലുള്ള സ്വർണ്ണ വിഗ്രഹം എടുത്ത മോഷ്ടാക്കൾ അതിനൊപ്പം അവിടെ നിന്ന് സ്വർണ്ണ അങ്കിയുടെ അറ്റത്തുള്ള ഒരു താമരപൊട്ടും വലിച്ചെടുത്തിട്ടുണ്ട്. അതിനു പുറമെ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപവും അവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. വേറെയും ഒത്തിരിയേറെ കാര്യങ്ങൾ ആ അമ്പലത്തിനകത്തുണ്ടെങ്കിലും അതൊന്നും തന്നെ മോഷ്ടാക്കൾ തൊട്ടിട്ടേയില്ല. എടുക്കാൻ വന്ന കാര്യം മാത്രം എടുക്കുന്ന ശൈലിയിലുള്ള മോഷ്ടാക്കളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തമാണ്. മോഷ്ടാക്കൾ അകത്ത് എങ്ങനെ കടന്നു, എപ്പോ കടന്നു, ഈ ചോദ്യങ്ങളാണ് SI ശശിധരന്റെയും കൂടെയുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മനസ്സിലേക്ക് വരുന്നത്. അവര് ആദ്യം ചോദ്യം ചെയ്തു തുടങ്ങിയത് കാവലുണ്ടായിരുന്ന ആ 7 പേരെയും മാനേജറെയും മേൽശാന്തി ഉൾപ്പെടെയുള്ള ആ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട ആളുകളെയുമാണ്. അവരുടെ അറിവില്ലാതെ ആ മോഷണം നടക്കില്ല എന്നൊരു ഫീല് തുടക്കത്തിലെ പോലീസിനുണ്ട്. കിഷൻകുട്ടിയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനായി. അതുപോലെ തന്നെയാണ് മേൽശാന്തി. അവര് 2 പേരും കൂടി ഒരു നാടകം കളിക്കുകയാണോ എന്നൊരു തോന്നൽ ആദ്യം പോലീസിനും നാട്ടുകാർക്കൊക്കെ ഉണ്ടായെങ്കിലും ക്രമേണ ആ ചിന്ത മാറി. അവർക്ക് പരിചയമുള്ള, അവരുമായി ബന്ധമുള്ള ആ ആളുകൾ അത്തരത്തിലൊരു മോഷണത്തിന് തയ്യാറാകില്ല എന്നൊരു ചിന്ത നാട്ടുകാർക്കുണ്ടെങ്കിലും ഒരു ഇൻസൈഡ് സപ്പോർട്ട് മെക്കാനിസം ഇല്ലാതെ മോഷ്ടാക്കൾക്ക് അവിടെ നിന്ന് മോഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം പോലീസിന് തോന്നുന്നുണ്ട്. കാരണം തലേദിവസം രാത്രി 8:30 കൂടിയാണ് ആ അമ്പലം അടയ്ക്കപ്പെട്ടത്. മോഷണം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് രാത്രി 3:30 മണിക്കാണ്. ഇതിനിടയിൽ ഏതാനും മണിക്കൂറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രം 8:30 മണി മുതൽ ആ 7 സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവരറിയാതെ ഒരു കുഞ്ഞു പോലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കത്തില്ല. അങ്ങനെ കടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഏറ്റുമാനൂർ അമ്പലത്തിലുള്ളത്. ആ 7 പേരിൽ ആരുടെയോ സപ്പോർട്ടോടുകൂടി ആയിരിക്കണം മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. അങ്ങനെ ചിന്തയും പോലീസിലുണ്ട്. പലതരത്തിലുള്ള ചർച്ചകളാണ് പുറത്തു നടക്കുന്നത്. സത്യം എന്തെന്ന് അറിയണമെങ്കിൽ വിശദമായ അന്വേഷണം വേണം. ഇതിനിടയിൽ പോലീസ് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു. കൂടുതൽ വ്യക്തമായ വിവരം കിട്ടണമെങ്കിൽ അവർക്ക് പോലീസ് നായയുടെ സഹായം വേണ്ടിവരും. പോലീസ് നായയുടെ സഹായം വേണ്ടിവരുമെന്ന് പോലീസ് പറഞ്ഞതും നാട്ടുകാർ പെട്ടെന്ന് ഇളകി. പോലീസ് നായയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രശ്നമുണ്ട്. പോലീസ് നായ ആ ഏറ്റുമാനൂർ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് അടക്കണം. ക്ഷേത്രത്തിനകത്ത് ഒരു നായെ പ്രവേശിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാനാവില്ല. നായി ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് കടന്നാൽ ക്ഷേത്രം അശുദ്ധമാകും. ഒരു കാരണവശാലും ആ ശൈലിയിലുള്ള ഒരു തരത്തിലുള്ള പരിപാടികൾക്കും കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്ന് ജനമൊക്കെ ഒന്നിച്ചു പറയുകയാണ്. പോലീസ് ആകെ പെട്ടതുപോലെ. ഈ സമയത്ത് കോട്ടയത്ത് നിന്ന് ഒത്തിരി മേലുദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആ കവർച്ച മുഖ്യമന്ത്രി EK നയനാർക്ക് ശരിക്കൊരു പ്രശ്നമായി മാറുകയാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലെ മോഷണം സ്വാഭാവികമായും ഇടതുപക്ഷത്തിനെതിരെയുള്ള ആരോപണത്തിന്റെ ഒരു കുന്തമുനിയായി മാറും. ആ ശൈലിയിൽ തന്നെ ആരോപണങ്ങൾ ആ പകല് തന്നെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഒരു ഭാഗത്തും ക്ഷേത്ര ഭരണാധികാരികളും ആളുകളും മറുഭാഗത്തുമായിട്ട് ശരിക്കും ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ പോലീസ് നായയുടെ സഹായം വേണം. ഒരു കാരണവശാലും നായ അനുവദിക്കില്ല എന്ന് നാട്ടുകാരും ക്ഷേത്ര ഭരണാധികാരികളും. പക്ഷെ അവസാനം ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട് ഒരു പരുവത്തിൽ ആളുകളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോലീസ് നായയെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടത്തി. ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടത്തിയ നായയെ പോലീസിന് ശ്രീകോവിലിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടി വന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തേക്ക് ആ നായെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അവിടെ ഈ മോഷണ സംഘം കൊണ്ടുവന്ന ഒരു പെട്ടി ഇരിപ്പുണ്ട്, ഒരു ടൂൾ ബോക്സ്. അവരത് എടുക്കാൻ വിട്ടുപോയതാണ്. മോഷ്ടാക്കളുടെ ഗന്ധം സ്വാഭാവികമായിട്ടും ആ ടൂൾ ബോക്സിൽ ഉണ്ടാകുമെന്നറിയാവുന്ന പോലീസ് നായെ കൊണ്ട് ആ ടൂൾ ബോക്സ് മണപ്പിച്ചു. ടൂൾ ബോക്സ് മണത്ത നായ് അവിടെ നിന്ന് ചാടി പുറത്തേക്കിറങ്ങി ഓടിയെത്തിയത് മേൽശാന്തിയൊക്കെ കുളിക്കുന്ന വാലാംകുളം കുളത്തിലേക്കാണ്. വാലാംകുളത്തിന്റെ പടിക്കെട്ടിലേക്ക് നായ് ഓടിയിറങ്ങുമ്പോൾ പോലീസും ജനവും ശരിക്കും അമ്പരപ്പോടെ ആ കുളത്തിന്റെ കരയിലേക്ക് ഓടുകയാണ്. ഒരു ജനസന്ത്രം തന്നെ പെട്ടെന്ന് ആ കുളത്തിന്റെ അടുത്തുണ്ടായി. നായ് ആ കുളത്തിന്റെ പടിക്കെട്ടിന്റെ അറ്റം വരെ എത്തിയപ്പോൾ പോലീസ് ആ കുളത്തിലെ വെള്ളത്തിൽ ഒരു പേപ്പർ കിടക്കുന്ന കണ്ടു. അവര് ആ പേപ്പർ കയ്യിലെടുത്തു. ഈ സമയത്ത് ആ പോലീസ് നായ തെക്കേ ഗോപുര വാതിൽ വഴി കിഴക്കേ നടയിലെത്തി. ആ നായ പിടിച്ചിരിക്കുന്ന
പോലീസുകാർക്കൊപ്പം മറ്റു പോലീസുകാരും ആളുകളും ഓടി കിഴക്കേ നടയിലെത്തി. കിഴക്കേ നട വഴി പുറത്തു കിടന്ന നായി അവിടെ നിന്ന് ഓടിയെത്തിയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലാണ്. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡ് പരിസരവും ഒന്ന് മണത്തിന് ശേഷം ആ നായി അവിടെ നിന്ന് തിരിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് അടുത്തേക്ക് ഓടി. അവിടെയുള്ള ഒരു ചായക്കടയിലേക്കാണ് ആ നായ ഓടിയെത്തിയത്. നായ ഓടിയെത്തിയ ഓരോ സ്ഥലങ്ങളും സ്വാഭാവികമായിട്ടും പോലീസിന് നിരീക്ഷിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കുളത്തിലേക്കും, കുളത്തിൽ നിന്ന് കിഴക്കേ ഗോപുരവാതിൽ വഴി ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്കും, അവിടെ നിന്ന് ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലേക്കുമാണ് നായയുടെ ഓട്ടം. ഈ ഭാഗത്തൊക്കെ മോഷ്ടാക്കൾ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് നായയുടെ ആ ഓട്ടം. വളരെ ആസൂത്രിതമായ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നതെന്നാണ് നായയുടെ ആ ഓട്ടം സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ മോഷ്ടാക്കൾ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ തിരിച്ച് മോഷണം നടന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുന്ന പതിവില്ല. ഇവിടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നായ മടങ്ങി ക്ഷേത്രത്തിനടുത്തുള്ള ആ ചായക്കടയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ മോഷ്ടാക്കളും ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് മടങ്ങി ക്ഷേത്രത്തിൽ എത്തിയെന്നാണ്. അതിന്റെ അർത്ഥമാണ് പോലീസിന് മനസ്സിലാകാത്തത്. എന്തായാലും പോലീസ് നായ ആദ്യം എത്തിയ ആ കുളം വറ്റിക്കാൻ തീരുമാനിച്ചു. നിറയെ വെള്ളമുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ കുളം വറ്റിച്ചപ്പോ അതിനകത്ത് നിന്ന് പോലീസിന് ലഭിച്ചത് ഒരു പാരയാണ്. ആ പാര ക്ഷേത്രത്തിൻ്റെതാണോ എന്നുള്ള ചോദ്യമാണ് ക്ഷേത്ര ഭരണാധികാരികളോട് ചോദിച്ചത്. അവർക്കാർക്കും ആ പാരയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഫോറൻസിക് വിദഗ്ധർ വിധേയമാക്കി. നേരത്തെ തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ചുറ്റുപാടും ഒക്കെ ഫോറൻസിക്കാര് പരിശോധിച്ചു തുടങ്ങിയിരുന്നു. വിരൽ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് അവർക്കറിയാം. ക്ഷേത്രത്തിനകത്തുനിന്ന് അവർക്ക് വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിരലടയാളങ്ങളിൽ മേൽശാന്തി ഉൾപ്പെടെയുള്ള ശാന്തിയുമായി ബന്ധപ്പെട്ട ആളുകളുടേതുണ്ട്. അതിനു പുറമെ പുറംവാതിൽ പൂട്ടുന്ന ഗാർഡുകളുടെ വിരലടയാളമുണ്ട്. അതിനും അപ്പുറത്ത് അപരിചിതമായ വിരൽ അടയാളങ്ങളും ഉണ്ട്. ഇതൊക്കെ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചതാണ്. ഇപ്പൊ ഇതാ പാരയും കിട്ടിയിരിക്കുന്നു. പാര വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ആ പാരയിൽ നിന്ന് പോലീസിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല. പോലീസിന്റെ അന്വേഷണം അവിടെ അങ്ങനെ സ്റ്റക്ക് ആവുകയാണ്. കുളത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ കരുതിയത്. അവർക്ക് ആകെ ലഭിച്ചത് ഒരു പാരയാണ്. ആ പാരയും ഈ കളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ഇതിനിടയിൽ പോലീസ് നടത്തി നോക്കുന്നുണ്ട്. ആ പാര അവർ ശ്രീകോവിലിൽ കൊണ്ടുവന്ന് അവിടെയുള്ള ഓടാമ്പലിൽ ഉണ്ടായ വളവുമായി കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ആ കാര്യം ഉറപ്പായി. ആ പാര ഉപയോഗിച്ചാണ് ഓടാമ്പല് വലിച്ചു നീക്കിയിരിക്കുന്നത്. ആ പാര തന്നെ ഉപയോഗിച്ചിട്ടാണ് അകത്തെ പൂട്ടും അടിച്ചു പൊടിച്ചിരിക്കുന്നത്. ശരിക്കും ആ പാര ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ മോഷണം നടത്താൻ ആ പൂട്ടുകൾ പൊളിച്ചത്. അക്കാര്യം ഇപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് തന്നെ പാര ഒരു തൊണ്ടിമുതലായി. തൊണ്ടിമുതലായ ആ പാരയെക്കുറിച്ചുള്ള കാര്യം ഉറപ്പായതും ഇനി പോലീസിന് തിരക്കാനുള്ളത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലും അതുപോലെ ചായക്കടയിലും നായ എത്തിയതിന്റെ കാരണങ്ങളാണ്. പോലീസ് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ പോലീസ് ആ പടിക്കെട്ടിൽ നടത്ത ആ പേപ്പർ യാദൃശ്ചികവശാൽ ഒരു പോലീസുകാരൻ ഒന്ന് വീണ്ടും നോക്കുകയുണ്ടായി. ആ പാര പൊതിഞ്ഞു കൊണ്ടുവന്നൊരു പേപ്പറാണ് അയാളുടെ കയ്യിലിരിക്കുന്നതെന്ന് അയാൾക്ക് ആ പേപ്പർ കണ്ടപ്പോഴേ തോന്നി. അയാൾ ആ പേപ്പർ നോക്കിയപ്പോൾ അത് ഒരു നോട്ട് ബുക്കിലെ പേപ്പറാണ്. നോട്ട് ബുക്കിലെ പേപ്പർ വലിച്ചു കീറി അതുകൊണ്ട് പാരയെ ചുറ്റിയിരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ആ പോലീസുകാരൻ ആ പേപ്പറിൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു പേര് എഴുതിയിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയപ്പെട്ടു. അതിൽ എഴുതിയിരിക്കുന്ന പേര് ഒരു രമണിയുടേതാണ്. രമണി 8th സ്റ്റാൻഡേർഡ് ധനുവശപുരം NSS സ്കൂൾ. തിരുവനന്തപുരത്ത് പാറശാലയ്ക്ക് സമീപത്താണ് NSSന്റെ അധീനതയിലുള്ള ഈ ധനുവശപുരം സ്കൂളും കോളേജും ഒക്കെ. ആ ഭാഗത്തുള്ള ഒരു സ്കൂളിലെ കുട്ടിയുടെ നോട്ട്ബുക്കിലെ ഒരു പേജ് ഈ ഏറ്റുമാനൂർ അമ്പലത്തിലെ ആ വാലാങ്കുളം പടിക്കെട്ടിൽ കാണപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം പോലീസിന്റെ കണ്ണു തുറപ്പിക്കുകയാണ്. ഒരു ക്ലൂവും കിട്ടാതെ വിഷമിച്ചു നിന്ന പോലീസിന് പെട്ടെന്ന് അതൊരു ക്ലൂ ആയി തോന്നി. SI ശശിധരൻ സംഘവും ഉടൻ തന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അവര് നേരെ എത്തിയത് ധനുവശപുരത്തെ ആ സ്കൂളിലേക്കാണ്. ധനുവശപുരം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രമണിയെ തിരക്കിയാണ് പോലീസ് സ്കൂളിലെത്തുന്നത്. സ്കൂൾ അധികാരികളിൽ നിന്ന് രമണിയുടെ അഡ്രസ്സ് പോലീസ് സംഘടിപ്പിച്ചു. പോലീസ് പാറശാലയുള്ള കുളത്തിൻകരയിലെ രമണിയുടെ വീട്ടിലെത്തുന്നത് അങ്ങനെയാണ്. അവിടെ അവരെത്തുമ്പോൾ രമണിയുടെ അമ്മയും രമണിയും അവളുടെ സഹോദരിയുമാണ് സ്ഥലത്തുള്ളത്. പെട്ടെന്ന് പോലീസിനൊപ്പം ആളുകളെയും കണ്ട ആ അമ്മയും മക്കളും വല്ലാതെ ഭയന്നു. പോലീസ് ആ അമ്മയോട് ചോദിച്ചു, ആരായി രമണി? തന്റെ മകൾ രമണിയെ ചൂണ്ടിക്കാണിച്ച് ആ അമ്മ അതാണ് രമണി എന്ന് പറഞ്ഞതും പോലീസ് രമണിയോട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. രമണിയും അവളുടെ അമ്മയും സഹോദരിയും കൂട്ടി പോലീസ്
പാറശാല പോലീസ് സ്റ്റേഷനിലെത്തി. അവർ അവിടെ എത്തുമ്പോൾ രമണിയുടെ അച്ഛൻ ചെല്ലക്കണ്ണും സ്ഥലത്തുണ്ട്. പാറശാല പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ SI ശശിധരനും സംഘവും ഉണ്ട്. SI ശശിധരൻ രമണിയോട് ആ പേപ്പർ കാണിച്ചിട്ട് ആ പേപ്പർ അവളുടേതാണോ എന്ന് ചോദിച്ചു. ആ പേപ്പർ കണ്ടതും അവൾ തിരിച്ചറിഞ്ഞു, സാർ ഇത് എൻ്റെ നോട്ട്ബുക്കിലെ പേപ്പറാണ്. അങ്ങനെ പറഞ്ഞ അവൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ മണ്ണെണ്ണ വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ അവളുടെ പഴയ നോട്ട്ബുക്കുകളും മറ്റുമൊക്കെ വിൽക്കാൻ അവർ നിർബന്ധിതരായി. അങ്ങനെ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് മണ്ണെണ്ണ വാങ്ങിച്ച കാര്യമൊക്കെ അവൾ പോലീസുകാരോട് പറയുകയും ചെയ്തു. എവിടെയാണ് ആ നോട്ട്ബുക്ക് വിറ്റതെന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവൾ ആ നോട്ട്ബുക്ക് വിറ്റത് കൊച്ചു കൊച്ചു നാടാരുടെ കടയിലാണ്. അത്രയും കാര്യങ്ങൾ രമണി പറഞ്ഞതും രമണി വീട്ടുകാരെയും പോലീസ് വിടുകയും ചെയ്തു. പോലീസ് നേരെ കൊച്ചു കുഞ്ഞ് നാടാരുടെ കടയിലെത്തി. ആ കടയിലെത്തിയ പോലീസ് കൊച്ചു കുഞ്ഞു നാടാരെ ആ പേപ്പർ കാണിച്ചു. നോട്ട്ബുക്കിന്റെ കാര്യമൊക്കെ കൊച്ചു കുഞ്ഞു നാടാരോട് പോലീസ് തിരക്കിയപ്പോൾ അയാളും അത് സമ്മതിച്ചു. അതെ, ഞാൻ അവരിൽ നിന്ന് ആ നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞു നാടാര് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് ആ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാനായി ആ നോട്ട്ബുക്കിലെ പേജുകൾ ഉപയോഗിച്ച കാര്യം പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയിൽ അയാൾ ഒരു പാര പൊതിഞ്ഞു കൊടുത്ത കാര്യവും പോലീസിനോട് സൂചിപ്പിച്ചു. പാര പൊതിഞ്ഞു കൊടുത്തത് ആർക്കാണ് എന്നുള്ള കാര്യവും അയാൾക്കറിയാം. ധനുവച്ചപുരത്തുള്ള ഒരു സ്റ്റീഫനാണ് അയാളുടെ കടയിൽ നിന്ന് പാര വാങ്ങിച്ചത്. ആ പാര പൊതിയാനാണ് അയാൾ യഥാർത്ഥത്തിൽ ആ നോട്ട്ബുക്കിലെ പേപ്പറുകൾ ഉപയോഗിച്ചത്. അക്കാര്യം ആ കൊച്ചുകുഞ്ഞു നടാർക്ക് നന്നായിട്ട് അറിയാം. വലിയ സാധനങ്ങൾ പൊതിയാൻ സാധാരണ രീതിയിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിക്കുക. ഇതൊരു പാരയാണ്, അതുകൊണ്ട് ചെറിയ പേപ്പർ മതിയായിരുന്നു. ആ കാരണത്താലാണ് അയാൾ അത് കൃത്യമായി അത് ഓർത്തത്. സ്റ്റീഫൻ എന്ന വ്യക്തിയാണ് ആ പാര വാങ്ങിച്ചെന്ന് കേട്ടതും ശശിധരൻ പാറശാല SIയോട് സ്റ്റീഫനെ കുറിച്ച് തിരക്കി. സ്റ്റീഫനെ പാറശാല SIക്ക് നന്നായിട്ട് അറിയാം. അവൻ അനവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പാറശാല SI ശശിധരനോട് വ്യക്തമാക്കി. അതുമാത്രമല്ല, സ്റ്റീഫനെ ഇപ്പോഴും പാറശാല SI ഓർത്തിരിക്കാനുള്ള കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കൊലക്കേസിൽ സ്റ്റീഫൻ പ്രതിയായിട്ടുണ്ട്. ആ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പാറശാല പരിധിക്കുള്ളിലെ ഓലത്താന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓലത്താന്നിയിലെ ഒരു വീട്ടിൽ സ്റ്റീഫനും അവന്റെ സുഹൃത്തുക്കളും ആ വീട്ടിലെ ജോലിക്കാരനും ചേർന്ന് ഒരു മോഷണം നടത്തിയിരുന്നു. ആ ജോലിക്കാരന്റെ സഹായത്തോടു കൂടി അവർ ആ മോഷണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റീഫന്റെ സംഘങ്ങൾക്ക് ഒരു സംശയം, ആ ജോലിക്കാരൻ വഴി ആ മോഷണം പുറത്തറിയുമോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റീഫന്റെ സുഹൃത്തുക്കൾ രവീന്ദ്രൻ എന്ന പേരുള്ള ആ ജോലിക്കാരനെ കൊലപ്പെടുത്തി. അതാണ് പ്രോസിക്യൂഷന്റെ കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് അവർ സ്റ്റീഫനെയും കൂട്ടരെയും തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റുമാനൂരിൽ നിന്ന് പോലീസ് സ്റ്റീഫനെ തിരക്കി അവിടെ എത്തുന്നത്. സ്റ്റീഫനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പാറശാല പോലീസ് ഏറ്റുമാനൂർ പോലീസിനെ അറിയിച്ചതും അവർ പാറശാല പോലീസിനോട് സ്റ്റീഫനെ കിട്ടുകയാണെങ്കിൽ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റുമാനൂരിലേക്ക് മടങ്ങുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതും പാറശാല പോലീസ് സ്റ്റീഫനെ പൊക്കിയ നിമിഷത്തിൽ തന്നെ അവർ ആ വിവരം SI ശശിധരനെ അറിയിച്ചു. SI ശശിധരന്റെ സംഘവും പാറശാല എത്തി സ്റ്റീഫനെ ഏറ്റുവാങ്ങി. സ്റ്റീഫനെ അവർ ചോദിച്ചു തുടങ്ങി. ആദ്യമൊന്നും സ്റ്റീഫൻ ഏറ്റുമാനൂർ നടന്ന ആ മോഷണവുമായി അവന് ബന്ധമുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിൽ നിന്ന് വാങ്ങിയ പാര ഏറ്റുമാനൂർ അമ്പലത്തിലെ ആ കുളത്തിൽ നിന്ന് കണ്ടെടുത്ത വിവരം പോലീസ് സ്റ്റീഫനെ അറിയിച്ചതും സ്റ്റീഫൻ കുറ്റം സമ്മതിച്ചു. പോലീസ് അവനോട് ചോദിച്ചു, സ്റ്റീഫൻ, പാറശാലയുള്ള നീ എന്തിനാ കോട്ടയത്തെ ഏറ്റുമാനൂരിൽ വന്ന് ഈ മോഷണം നടത്തുന്നത്? അതിന്റെ കാരണം എന്താണ്? അങ്ങനെ ചോദിച്ചപ്പോൾ അവന് വ്യക്തമായ ഉത്തരമുണ്ട്. സാർ, ഞാനൊരു ഡ്രൈവറാണ്. എനിക്ക് സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് കാലം കുറേയായി. ചെറിയ മോഷണങ്ങൾ കൊണ്ടൊന്നും അതിനെ പറ്റിയ പണം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതിനെ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഫോട്ടോ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത് കണ്ടത്. ഏറ്റുമാനൂർ അമ്പലത്തിലെ 7.5 പൊന്നാനിയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് യഥാർത്ഥത്തിൽ സ്റ്റീഫനെ ഏറ്റുമാനൂരിലേക്ക് ആകർഷിക്കുന്നത്. വളരെ വളരെ അമൂല്യവും വിലപിടിപ്പുള്ളതുമായ ആ 7.5 പൊന്നാന ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്റ്റീഫൻ ആ മോഷണം ആസൂത്രണം ചെയ്തത്. ആ മോഷണം ആസൂത്രണം ചെയ്ത സ്റ്റീഫൻ ഏറ്റുമാനൂർ അമ്പലത്തെക്കുറിച്ച് പഠിക്കാനായി പാറശാലയിൽ നിന്ന് നേരെ ഏറ്റുമാനൂരെത്തി. ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നേ തന്നെ സ്റ്റീഫൻ അവിടെ എത്തിയിരുന്നു. ആ ഉത്സവത്തിന്റെ തിരക്ക് അമ്പലത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്റ്റീഫൻ അമ്പലം നോക്കുന്നതും നിരീക്ഷിക്കുന്നതും ശരിക്കും സൂക്ഷ്മമായി അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അമ്പലത്തിൽ എങ്ങനെ മോഷണം നടത്താമെന്നും മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ സ്റ്റീഫൻ വളരെ സൂക്ഷ്മമായി
നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൽ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുകയാണ്. അവിടെ 7 സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടെന്നും അവരെവിടെയൊക്കെയാണ് കാവൽ നിൽക്കുന്നതെന്നും അവരുടെ കാവലിന്റെ രീതി എങ്ങനെയാണെന്നും എപ്പോഴാണ് ഷിഫ്റ്റ് മാറുന്നതെന്നും എല്ലാം സ്റ്റീഫൻ നോക്കി മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സ്റ്റീഫൻ പാറശാലയിലേക്ക് മടങ്ങിയെത്തി ആ പാര വാങ്ങുന്നത്. ആ പാരയുമായി വീണ്ടും സ്റ്റീഫൻ ഏറ്റുമാനൂരെത്തിയ സ്റ്റീഫൻ എപ്പോഴാണ് അമ്പലത്തിനകത്തേക്ക് അടക്കേണ്ടതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് 4-ന്റെ അന്നാണ് മോഷണം നടത്താനായി സ്റ്റീഫൻ തീരുമാനിച്ച ദിവസം. അന്നൊരു ശനിയാഴ്ചയാണ്. ഏറ്റുമാനൂരിലെത്തിയ സ്റ്റീഫൻ ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തി. ക്ഷേത്രത്തിന് ചുറ്റും ഈ ഉത്സവവുമായി ബന്ധിപ്പിച്ച് ഒരുപാട് തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ തൂണുകളൊക്കെ വിളക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ചത്. ആ തൂണുകളിൽ ഒട്ടുമുക്കാൽ എണ്ണവും ഇതിനിടയിൽ ആ തൂണ് സ്ഥാപിച്ച ആളുകൾ ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തൂണ് അന്ന് ഏറ്റുമാനൂർ വൈകുന്നേരം വരുമ്പോൾ തന്നെ അവിടെ ഇളക്കി മാറ്റാത്ത ശൈലിയിൽ സ്റ്റീഫൻ കണ്ടിരുന്നു. ആ തൂണ് ഇളക്കി മാറ്റാൻ ആ തൂണ് സ്ഥാപിച്ച സംഘാടകർ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് പിറ്റന്നത്തേക്ക് മാറ്റിവെച്ചതും ആകാം. അമ്പലത്തിൽ സ്റ്റീഫൻ എത്തുമ്പോൾ സ്റ്റീഫൻ പ്രതീക്ഷിച്ച പോലെ ആ തൂണ് അങ്ങനെ തന്നെ ഉണ്ട്. ആ തൂണ് വഴിയാണ് സ്റ്റീഫൻ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് അടക്കുന്നത്. മതിലിൽ ചേർന്നാണ് ആ പോസ്റ്റ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ അകത്ത് കിടക്കാൻ സ്റ്റീഫന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കോമ്പൗണ്ടിനകത്തേക്ക് കിടന്ന സ്റ്റീഫൻ അവിടുന്ന് നേരെ നാലമ്പലത്തിലെ ആ ചെമ്പ് മേൽക്കൂര വഴി കയറി ശ്രീകോവിലിന്റെ ആ ഭാഗത്തേക്ക് ചാടി ഇറങ്ങും. ശ്രീകോവിലിന്റെ ആ ഭാഗത്തേക്ക് നാലമ്പലത്തിൽ നിന്ന് ചാടി സ്റ്റീഫൻ ഇറങ്ങുമ്പോൾ ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി ഗാർഡുകൾ ആ നാലമ്പലത്തിന് ചുറ്റും അങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവര് റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ശ്രീകോവിലിന് അകത്തേക്ക് കടന്ന സ്റ്റീഫൻ അവൻ പൊതിഞ്ഞു കൊണ്ടുവന്ന ആ പാര എടുത്ത് ഓടോമലിന് അകത്തേക്കിട്ട് ആ ഓടോമല് വളച്ചുടങ്ങി. ശരിക്കും നല്ല ആരോഗ്യമുള്ള സ്റ്റീഫന് ആ പാര ഓടോമലിന്റെ ഇടയിലേക്ക് കുത്തി വളയ്ക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല. ഒരു ഉത്തോലകത്തിന്റെ ശൈലിയിൽ, ശരിക്കും ശക്തമായി വളയ്ക്കാൻ കഴിയുന്ന ശൈലിയിൽ ആ ചുവരിൽ ആ പാര ചേർത്ത് പിടിച്ച് ഓടോമല് വളച്ചപ്പോൾ ആ ഓടോമലിനകത്തുകൂടി സ്റ്റീഫനെ കടക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ആ ഓടോമൽ അങ്ങ് വളഞ്ഞു. ആ ഓടോമൽ ആവശ്യാനുസരണം വളഞ്ഞെന്ന് ബോധ്യമായതും സ്റ്റീഫൻ ഓടോമലിനകത്തുകൂടി അകത്ത് കടന്ന് ആ വാതിൽ പതുക്കെ തള്ളി തുറന്നു. ആ വാതിൽ വഴി അകത്ത് കിടന്ന സ്റ്റീഫൻ അകത്ത് ഇരുമ്പ് വാതിൽ കണ്ടു. അതിൽ പൂട്ടുണ്ട്. ആ പൂട്ട് അതേ പാര ഉപയോഗിച്ച് സ്റ്റീഫൻ തല്ലി തകർത്തു. ആ വാതിൽ തുറന്ന സ്റ്റീഫൻ അതുവഴി ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിലേക്ക് കടന്നു. ആ വാതിൽ വഴി അകത്ത് കിടന്ന സ്റ്റീഫൻ അകത്ത് അനവധി സാധനങ്ങൾ കണ്ടു. അതൊന്നും സ്റ്റീഫനെ ആകർഷിച്ചില്ല. സ്റ്റീഫൻ നോക്കുന്നത് ആ 7.5 പൊന്നാനയാണ്. സ്റ്റീഫൻ ആ പരിസരം മുഴുവൻ നോക്കിയിട്ടും 7.5 പൊന്നാന കാണാതെ വന്നതും സ്റ്റീഫന്റെ ഉദ്ദേശം സ്റ്റീഫൻ അങ്ങ് മാറ്റി. അങ്ങനെയാണ് സ്റ്റീഫൻ ആ വെള്ളിപ്പീഠത്തിൽ ഉറപ്പിച്ച് ആ വിഗ്രഹം എടുക്കാൻ തീരുമാനിക്കുന്നത്. 4 കിലോയും 640 ഗ്രാം ഭാരവുമുള്ള പഞ്ചലോഹത്തിൽ തീർത്ത ആ വിഗ്രഹം സ്റ്റീഫൻ കയ്യിലേക്ക് എടുത്തു. അതിനൊപ്പം അവിടുന്ന് ഒരു ലക്ഷ്മി രൂപവും ഒരു സ്വർണ്ണ താമരമൊട്ടും കൂടി പൊട്ടിച്ചെടുക്കാനും സ്റ്റീഫൻ മറന്നില്ല. അതുമായിട്ടാണ് സ്റ്റീഫൻ ആ വാതിൽ വഴി പുറത്ത് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റീഫനോട് ചോദിച്ചു, അല്ല, നീ ഈ വാതിലൊക്കെ അടിച്ചു തുറക്കുമ്പോൾ സ്വാഭാവികമായി ശബ്ദമുണ്ടാകില്ലേ? നാലമ്പലത്തിന് ചുറ്റും റോന്ത് ചുറ്റുന്ന ഗാർഡുകളിൽ ആരെങ്കിലും ആ ശബ്ദം കേൾക്കേണ്ടതല്ലേ? പോലീസിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ സ്റ്റീഫൻ ഒന്ന് ചിരിച്ചു. സർ, ഞാൻ കുറേ ദിവസം ആ ക്ഷേത്രത്തിൽ തങ്ങി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി തന്നെയാണ്. സ്റ്റീഫൻ അത് പറഞ്ഞപ്പോൾ പോലീസിന് ശരിക്കൊരു കൗതുകം. സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞു, ശ്രീ, അമ്പലത്തിൽ അകത്ത വാതിൽ അടച്ച് മേൽശാന്തി പുറത്തിറങ്ങുമ്പോൾ പുറത്തെ വാതിൽ ഗാർഡ് പൂട്ടും. അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ മണിയടിക്കും. അത്താഴ പൂജ കഴിഞ്ഞു വന്ന് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് മണിയടിക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വീടുകളിലും ആ മണിശബ്ദം മുഴങ്ങും. ഞാൻ ഈ കോമ്പൗണ്ടിനകത്തേക്ക് ചാടിയതും മേൽക്കൂരയിൽ കയറി അകത്ത് ശ്രീകോവിലിൽ ഇറങ്ങിയതും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സ്റ്റീഫൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പോലീസിന് വല്ലാത്തൊരു അതിശയം. ഒരുപാട് ആളുകൾ ആ അമ്പലത്തിൽ ഉള്ള സമയത്താണ് സ്റ്റീഫൻ അകത്ത് കിടന്നിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് സ്റ്റീഫൻ ആ അമ്പലത്തിന്റെ ഓടാമ്പൽ വളച്ചതും അകത്ത് കയറി ആ ശ്രീകോവിലിന്റെ ആ ഇരുമ്പ് വാതിലിലെ പൂട്ട് അടിച്ചു പൊളിക്കുന്നതും. മേൽശാന്തി, ഗാർഡുകളും എന്ന് വേണ്ട ഒരുപാട് ആളുകൾ ആ ശ്രീകോവിലിന്റെ നാലമ്പലത്തിന് പുറത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. നാലമ്പലത്തിൽ ആളുകളുടെ ശ്രദ്ധപ്പെടാത്ത ഒരു നിമിഷത്തിൽ മതിൽ വഴി അകത്തേക്ക് കിടന്ന സ്റ്റീഫൻ
നാലമ്പലത്തിലെ ആ ചെമ്പ് മേൽക്കൂര വഴി അകത്തേക്ക് ചാടുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന കണിശതയോടുകൂടി കൃത്യതയോടുകൂടിയാണ് സ്റ്റീഫൻ ആ മോഷണത്തിന്റെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ശരിക്കും സ്റ്റീഫന്റെ ആ കാൽക്കുലേഷൻ പോലീസിനെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. പോലീസും ജനങ്ങളും ഭരണാധികാരികളും ക്ഷേത്രത്തിന്റെ ആ നടത്തിപ്പുകാരും ഒക്കെ കരുതിയത് അർദ്ധരാത്രിയായിരിക്കും മോഷണം നടന്നതെന്നാണ്. പക്ഷേ സ്റ്റീഫൻ മോഷ്ടിച്ചിരിക്കുന്നത് രാത്രി 8:30ക്കും 9:00നും ഇടയിലാണ്. അമ്പരപ്പിക്കുന്നതാണ് ആ കാര്യം. സ്റ്റീഫന്റെ ആ കാൽക്കുലേഷന്റെ ആ കൃത്യത പോലീസിനെ അമ്പരപ്പിച്ചപ്പോൾ സ്റ്റീഫൻ തിരിച്ച് പോലീസിനോട് ചോദിച്ചു, സർ, അറിയാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്. എന്താണ് സർ? ഞാൻ ആ 7:30 പൊന്നാനയ്ക്ക് വേണ്ടിയാണ് ആ അമ്പലത്തിൽ കയറിയത്. ഞാൻ അവിടെ മുഴുവൻ തിരക്കിയിട്ടും അത് കണ്ടില്ല. അതെവിടെയാ സർ സൂക്ഷിക്കുന്നത്? നിഷ്കളങ്കനായ ഒരു കള്ളന്റെ കൗതുകം ആ ചോദ്യത്തിലുണ്ട്. ശരിക്കും ഏറ്റുമാനൂർ അമ്പലത്തിൽ ആ 7:30 പൊന്നാന സൂക്ഷിക്കുന്നത് നിലവറയിലാണ്. തറയ്ക്കടിയിൽ ഒരു അറയുണ്ടാക്കി ആ അറയിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ആ കാര്യം അന്ന് സ്റ്റീഫന് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹവുമായി സ്റ്റീഫൻ പുറത്തിയാടിയത്. സ്റ്റീഫന്റെ ആ ചോദ്യം കേട്ടപ്പോൾ സ്റ്റീഫനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാർ പോലും ചിരിച്ചു പോവുകയാണ്. ശരിക്കും നിഷ്കളങ്കമായ ചോദ്യമാണ് സ്റ്റീഫൻ ചോദിച്ചത്. പെട്ടെന്ന് പോലീസ് സ്റ്റീഫനോട് ചോദിച്ചു, അതുപോട്ടെ, നീ ആ വിഗ്രഹവുമായി എത്ര നേരം ആ ക്ഷേത്രത്തിനകത്ത് കാത്തിരുന്നു? വിഗ്രഹം ഏകദേശം 9 മണിയോടുകൂടി സ്റ്റീഫന്റെ കയ്യിലെത്തി. ആ വിഗ്രഹവുമായി ആ സമയത്ത് സ്റ്റീഫൻ വീണ്ടും ആ നാലമ്പലത്തിന്റെ ചെമ്പ് മേൽക്കൂര വഴി പുറത്തേക്ക് ചാടിയാൽ അവൻ കാവൽക്കാരുടെ പിടിയിൽപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ആ ചോദ്യം ചോദിച്ചത്. സർ, ഞാൻ കാത്തിരുന്നത് അവരൊക്കെ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയാണ്. സർ, ഏതൊരാളും രാത്രി ഒരു 2 മണി കഴിയുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. എനിക്കറിയാമായിരുന്നു ആ സമയം. ഞാൻ അതുകൊണ്ട് ആ ക്ഷേത്രത്തിനകത്ത് ആ വിഗ്രഹവുമായി രാത്രി 9 മണി മുതൽ 2 മണി വരെ അങ്ങനെ തന്നെ ഇരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും കാവൽക്കാരൊക്കെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് ആ കള്ളൻ ആ വിഗ്രഹവുമായി ഏകദേശം ഒരു 3-4 മണിക്കൂർ ഇരുന്നു എന്നുള്ള കഥ കൂടി കേട്ടപ്പോൾ പോലീസിന്റെ കിളി പോയതുപോലെയായി. എന്നിട്ട് സർ, 2 മണിയോടുകൂടി ഞാൻ ആ വിഗ്രഹവുമായി ശ്രീകോവിലിന്റെ ആ സമീപത്തുള്ള ആ നാലമ്പലത്തിലെ മേൽക്കൂര വഴി കയറി മുകളിലെത്തി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ഞാൻ അതുവഴി താഴെ ഇറങ്ങി കുളത്തിന്റെ കരയിലേക്ക് വരികയായിരുന്നു. ആ കുളത്തിലേക്ക് ആ പാര വലിച്ചെറിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തുള്ള ഒരു കാട് പിടിച്ച സ്ഥലത്ത് ആ വിഗ്രഹം കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ചു. നീ വിഗ്രഹം കാടുള്ള സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചെന്നോ? പിന്നെ എപ്പോഴാണ് നീ എടുത്തത്? സർ, പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഈ മോഷണം എല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ. മോഷണം അറിഞ്ഞ് ജനം മുഴുവൻ ആ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. എല്ലാ ആളുകളും ആ വിഗ്രഹം തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ പോലീസിനായി വന്ന് പോലീസിനായിട്ട് പുറകെ ഓടുന്ന സമയത്താണ് സാർ ഞാൻ ആ വിഗ്രഹവുമായി ആ കാട്ടിൽ നിന്ന് പോയത്. പോലീസിന്റെ കിളി ഒരിക്കൽ കൂടി പോയ ഒരു മറുപടിയാണ് സ്റ്റീഫന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജനം മുഴുവൻ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവർക്കിടയിലൂടെ ആ വിഗ്രഹവുമായി സ്റ്റീഫൻ നടന്നു പോകുന്ന ആ രംഗം അതൊരു വല്ലാത്ത രംഗം തന്നെയാണ്. വിഗ്രഹവുമായി നീ എങ്ങോട്ടാ പോയത്? സർ, വിഗ്രഹവുമായി ഞാൻ വീട്ടിലാണ് എത്തിയത്. ഞാൻ വീട്ടിൽ അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛനാ എന്നോട് പറഞ്ഞത് ആ വിഗ്രഹം കുഴിച്ചിടാൻ. ഞാനത് വീടിനടുത്ത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. സ്റ്റീഫൻ കാര്യങ്ങളൊക്കെ സമ്മതിച്ചതും ഏറ്റുമാനൂരിൽ നിന്ന് ആ പോലീസ് സംഘം സ്റ്റീഫനൊപ്പം പാറശാലയെത്തി. സ്റ്റീഫന്റെ വീടിന് സമീപത്ത് ഒരു കൃഷിയിടത്തിൽ ആ വിഗ്രഹം കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പോലീസ് കാണുമ്പോൾ വിഗ്രഹത്തിൽ വെള്ളിപ്പീഠമില്ല. അതിനെക്കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ സ്റ്റീഫന് അതിന് ഉത്തരമുണ്ട്. സ്റ്റീഫൻ ആ വെള്ളിപ്പീഠത്തിൽ നിന്ന് ആ വിഗ്രഹം അറുത്തു മാറ്റി വെള്ളിപ്പീഠം മറ്റു സ്ഥലത്ത് ഉപേക്ഷിച്ചായിരുന്നു. പോലീസ് പിന്നീട് ആ വെള്ളിപ്പീഠവും കണ്ടെടുത്തു. 2 സ്ഥലത്തായിട്ട് സ്റ്റീഫൻ അത് ഇട്ടു എന്ന് പറയാം. സ്വർണ്ണ വിഗ്രഹം മറ്റെവിടെയെങ്കിലും കൊണ്ട് വിൽക്കുക എന്നുള്ളതായിരുന്നു സ്റ്റീഫന്റെ ടാർഗറ്റ്. ആ സ്വർണ്ണ വിഗ്രഹം കണ്ട പോലീസിന് ശരിക്കും ആശ്വാസമാണ് ഉണ്ടായത്. കാരണം സാധാരണഗതിയിൽ ഒരു മോഷണം നടത്തുന്ന ആള് സമയം കിട്ടിയാൽ ആ മോഷണ മുതലിൽ കുറച്ചൊക്കെ കൊണ്ടുപോയി വിൽക്കും. ഇവിടെ ഏറ്റുമാനൂരപ്പന്റെ ആ വിഗ്രഹത്തിൽ ഒരു പോറൽ പോലും സ്റ്റീഫൻ ഏൽപ്പിച്ചിട്ടില്ല. ആ വിഗ്രഹം അതുപോലെ തന്നെ സ്റ്റീഫന്റെ ആ കൃഷിയിടത്തിൽ നിന്ന് പോലീസിന് കിട്ടുകയാണ്. 4 കിലോയും 640 കിലോഗ്രാം ഭാരമുള്ള ആ വിഗ്രഹത്തിന് ആ കാലഘട്ടത്തിൽ 10 ലക്ഷത്തോളം രൂപയാണ് വില. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 3 കോടി രൂപയുടെ വില വരും. ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം തിരിച്ചു കിട്ടിയ കഥ ഈ സമയത്ത് നാട് മുഴുവൻ അറിഞ്ഞു. പാറശാലയിൽ നിന്ന് വലിയ ആഘോഷമായിട്ടാണ് ആ വിഗ്രഹം ഏറ്റുമാനൂരേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പോകുന്ന വഴിക്ക് ജനമൊക്കെ റോഡിൽ കാത്തു നിന്ന് ആ വിഗ്രഹം ദർശിക്കുന്ന അപൂർവമായ ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനും
ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം അങ്ങനെ കൊണ്ടുപോകുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. അതാണ് അവരവിടെ കാണുന്നത്. ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം സാധാരണഗതിയിൽ ആളുകൾ കാണുക ഉത്സവവുമായി ബന്ധിപ്പിച്ച് പ്രതിഷ്ഠ നടത്തുമ്പോഴും ശ്രീഭൂത എഴുന്നള്ളിപ്പ് സമയത്തൊക്കെയാണ്. അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ആളുകൾ അമ്പലത്തിലേക്ക് ഒഴുകിയെത്താറുണ്ട്. അതിനു പുറമെ ആളുകൾക്ക് വിഗ്രഹം കാണാനുള്ള അവസരം ഉണ്ടായത് അങ്ങനെ സ്റ്റീഫൻ കാരണമാണ്. സ്റ്റീഫനെ കോടതി 6 കൊല്ലത്തെ തടവിനായി ശിക്ഷിച്ചത്. ആ തടവ് കാലത്ത് സ്റ്റീഫന് ശരിക്കൊരു മാനസാന്തരം വന്നു എന്നതാണ് ഈ കഥയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. മാനസാന്തരം വന്ന സ്റ്റീഫൻ ആത്യന്തികമായി ഒരു പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനുമായി മാറി എന്നുള്ളതും ചരിത്രത്തിന്റെ ഒരു നിയോഗമാണ്. ഒരു ആരാധനാലയത്തിലെ പ്രധാന വിഗ്രഹത്തെ മോഷ്ടിക്കാൻ ശ്രമിച്ച അതേ സ്റ്റീഫൻ ഇപ്പോ മറ്റൊരു ആരാധനാലയത്തിലെ പ്രധാന പൂജാരിയാണെന്ന് പറയാം. ഈ കഥയിൽ സ്റ്റീഫനെ പിടികൂടാൻ സഹായിച്ചത് ആ 8ാം ക്ലാസ് പെൺകുട്ടിയുടെ നോട്ട്ബുക്കിലെ പേപ്പറാണല്ലോ. സ്വാഭാവികമായി ആ പെൺകുട്ടിയുടെ കേസിൽ ദേവസ്വം ബോർഡിന് വല്ലാത്ത താല്പര്യമുണ്ടായി. രമണിയെ അവർ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു. അവളെ അവിടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി. ഒരുപാട് സമ്മാനങ്ങളും അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ദേവസ്വം ബോർഡും ക്ഷേത്ര ഭരണാധികാരികളും നാട്ടുകാരും ഒക്കെ രമണിക്ക് കൊടുത്തിരുന്നു. രമണിയുടെ തുടർന്നുള്ള പഠന ചെലവ് പൂർണ്ണമായും അങ്ങനെയാണ് നടക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം രമണി വിവാഹിതയായി. അത് കഴിഞ്ഞ് വർഷങ്ങൾ അങ്ങനെ ഒഴുകി പോവുകയാണ്. ഈ അടുത്ത കാലത്തായി രമണിയുടെ ഭർത്താവ് മരിച്ചു. തികച്ചും ഒറ്റപ്പെട്ടു പോയ രമണിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ദേവസ്വം ബോർഡും ഏറ്റുമാനൂർ ഭരണസമിതിയൊക്കെ ചേർന്ന് രമണിക്ക് ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രമണിയുടെ കഥ അങ്ങനെ നടക്കുമ്പോൾ അങ്ങ് അകലെ കണ്ണൂര് സ്റ്റീഫൻ ഒരു പള്ളിയിലെ വികാരിയായി ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ രണ്ടുപേരുടെയും കഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഏറ്റുമാനൂരത്തെ ആ വിഗ്രഹമോക്ഷത്തെ പറയാൻ പറ്റൂ. ആ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യാം. താങ്ക് യു.